ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. കടയിലേക്ക് വന്നാണ് സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നേരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കട്ടോ. അപ്പോൾ എന്താ പറയാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കമൻറ്റിനുള്ള മറുപടി കമൻ്റായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് വീഡിയോ ആയിട്ട് കിട്ടൂല. വീഡിയോ ആയിട്ട് ചെയ്യൂല കേട്ടോ. ഞാൻ കമൻറ്റിനുള്ള മറുപടി കമൻ്റായിട്ട് തന്നെ പറയും, വീഡിയോ ആയിട്ട് ചെയ്യൂല. പിന്നെ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചില്ല, അപ്പോഴത്തേനും വീഡിയോ കട്ടായി പോയി. അത് എന്താ പറഞ്ഞു വെച്ചാൽ ഓർമ്മയില്ല. സീലിംഗ് മെഷീൻ കേടുവന്ന കാര്യമാണല്ലോ രാവിലെ പറഞ്ഞത് അല്ലേ. സീലിംഗ് മെഷീന് കടയിൽ കൊണ്ടു കൊടുത്ത്, അപ്പോൾ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോമർ അടിച്ചു വയ്ക്കുക. അപ്പോൾ അത് നേരാക്കാൻ ഒരുത്തിരി ചോദിച്ചപ്പോൾ പറഞ്ഞ് 600 രൂപ ആവും, പിന്നെ കിട്ടാൻ 2 ആഴ്ച പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിയിട്ടാണെങ്കിൽ 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ 1 വർഷത്തിൻ്റെ ഉള്ളിൽ കേടുന്ന ഗ്യാരണ്ടി ഉണ്ട്. 1 വർഷം അത് നന്നാക്കി. അപ്പോൾ ഞാനത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാൻ നേരം വൈകിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പൈസ കൊടുത്ത് നേരാക്കാമെന്ന് വിചാരിച്ചിട്ട് കടയിൽ പോയത്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അത് വാങ്ങി കടയിൽ പോയി. എന്നിട്ട് അവരോട് വിവരം പറഞ്ഞു, ഇങ്ങനെ അത് കേട് വന്നിക്കണം, അപ്പോൾ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടില്ല, 7 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ബില്ല് ഗ്യാരണ്ടി കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബില്ലൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ അവരോട് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ വേറൊരു കട ആദ്യമൊക്കെ നേരാക്കാൻ കൊടുത്തിരുന്ന, വർക്ക് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരുന്ന ഒരു കടയിൽ പോയി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു 1000 രൂപ ആവും, 2-4 ദിവസം പിടിക്കും കിട്ടാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പണി ചെയ്ത്, അത് വാങ്ങിയ കടലിന് ഗ്യാരണ്ടി ഉണ്ടല്ലോ, 1 പ്രാവശ്യം അവർ നേരാക്കി, പൈസ ഇല്ലാതെ നേരാക്കി തരട്ടെ, എന്തായാലും 15 ദിവസം പിടിക്കും. ഇപ്പം ഇന്ന് എന്തായാലും എൻ്റെ പണി നടക്കൂല, എൻ്റെ വർക്ക് നടക്കൂല, പണി ചുറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അത് പുതിയതൊരെണ്ണം വാങ്ങി, വേറെ കമ്പനിയുടെ വാങ്ങി. ആ കമ്പനിയുടെ ഇതൊരു സൂര്യ പറഞ്ഞൊരു കമ്പനിയുടെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 എണ്ണം വാങ്ങിയിട്ടാണ്. 3-ഉം 2 എണ്ണം തീരെ പറ്റാതായി. നന്നാക്കിയിട്ട് പിന്നെ അത് പറ്റൂല, ഇനി നേരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങിയതാണ്. അപ്പോൾ വാങ്ങിയിട്ടാണ് 7 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാട്സപ്പ് നമ്പർ വാങ്ങി പോന്നു. എന്നിട്ട് അതവിടെ കൊടുത്ത്, മേടിച്ച കടയിൽ തന്നെ കൊടുത്തിട്ട് പോന്നു. എന്നിട്ട് ഞാൻ വേറൊരു കടയിൽ പോയിട്ട് വേറെ കമ്പനിയുടെ ഒരെണ്ണം വാങ്ങി. അല്ലാതെ ഇപ്പോൾ 15 ദിവസം ഒന്നും നമുക്ക് പണിയെടുക്കാതെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് എക്സ്ട്രാ വേണം കയ്യിൽ, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് കേട് വന്നു കഴിഞ്ഞാൽ വേറെ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നെടുത്തിട്ട് തൽക്കാലം നമ്മുടെ കാര്യം സാധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ച് ഒന്ന് വാങ്ങാം, പുതിയത് തന്നെ ഒന്നുകൂടി വാങ്ങാമെന്ന് വെച്ചാൽ ഒന്നുകൂടി വാങ്ങി. എന്നിട്ട് പിന്നെ ആദ്യത്തെ കേട് വന്നത് നന്നാക്കാം അവരെ കടയിൽ തന്നെ, മേടിച്ച കടയിൽ തന്നെ കൊടുത്തു. അത് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് 1 പ്രാവശ്യം അവർ നേരാക്കി തരും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബില്ല് അയച്ചു കൊടുത്തു. ഗ്യാരണ്ടി കാർഡൊന്നും കാണാനില്ല, ബില്ലുണ്ടായിരുന്നു. അതാണ് രസം. 7 മാസം 18/10/2024 വാങ്ങിയത്. എന്നിട്ട് ആ ബില്ലിൻ്റെ കയ്യിൽ 4 ദിവസം മുന്നേ വരെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പേഴ്സിലുണ്ടായിരുന്നു ആ ബില്ല്. എന്നിട്ട് ഞാൻ പേഴ്സ് 2 ദിവസം മുന്നേ ഒഴിവാക്കിയപ്പോൾ അത് കുറേ കടലാസുകളൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കറി കടയത്തെ ബില്ലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ബില്ല് കിട്ടി. അപ്പോൾ ആ ബില്ല് ഞാനവിടെ മാറ്റി വെച്ചത്, ഡേറ്റ് നോക്കിയപ്പോൾ അധികമായിട്ടില്ല. അപ്പോൾ 7 മാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഓർമ്മക്കട ഞാൻ അവരോടൊന്ന് മേടിച്ചിട്ട് 7 മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ 7 മാസം തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയും നാളും പോവാതിരുന്നെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പൈസ എടുക്കുമ്പോൾ പഴയ ബില്ലുകളൊക്കെ പോകും, അല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് തോന്നുന്നതൊക്കെ എടുത്ത് കളയുകയൊക്കെ ചെയ്യും. എന്തായാലും ഈ 7 മാസമായിട്ട് എൻ്റെ പേഴ്സിൽ അത് ഇരിക്കരുത്. ഞാനൊരു വേറൊരു ബാഗിലോ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. ഡെയിലി ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണ കടയിലേക്ക് ഇതിനൊക്കെ കൊണ്ടു നടക്കണ പേഴ്സിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടായിരുന്നതുകൊണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ശരിയാക്കിയിട്ട് അവർ വിളിക്കാമെന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ പുതിയതൊരെണ്ണം വാങ്ങി വന്ന്, അല്ലാതെ ഇപ്പോൾ രക്ഷയില്ല, ജോലി നടക്കണ്ടേ.
അപ്പം അങ്ങനെ ഉണ്ടായി ഇന്നത്തെ പണി. അതുകൊണ്ട് ചിറ്റി ഇന്നിപ്പോൾ ഓർഡറിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. മെഷീൻ കേടായിട്ട് പാക്ക് ചെയ്യാൻ പറ്റിയില്ല, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നാളെ ആവുമ്പോൾ അവരിത് എടുക്കാനായിട്ട് ഇങ്ങോട്ടായിട്ട് തന്നെ വരണം. അപ്പം ഇന്നാവുമ്പോൾ അവർക്ക് അവർ ഓട്ടമുണ്ട്. അപ്പോൾ അതിൽ കൂടെ എടുത്ത് പോയാൽ അവർക്കും ചിലവില്ല, എളുപ്പമാവും ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ പറ്റാതെ. അപ്പം നാളെ എടുക്കണമെങ്കിൽ അവരിതിനായിട്ട് വരണം. എന്തേലും ആവട്ടെ ചെയ്യാം, പാക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. നാളെ പറ്റിയെങ്കിൽ ചിലപ്പോഴെന്നെ വരുള്ളൂ, ഇനി ഇല്ലെങ്കിൽ ചൊവ്വാഴ്ച വരുള്ളൂ. നാളെ വരണ്ടെങ്കിൽ പാക്ക് ചെയ്യണ്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ചത്തേക്കല്ല പാക്ക് ചെയ്യണ്ടു. അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ പുതിയ വീഡിയോ. ഓക്കെ.